ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉപ്പുമാവാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടോ. അത് കഴിഞ്ഞ് വരെ ഞാനിവിടെ ചെറിയ ഉള്ളിയാട്ടോ, വലിയ ഉള്ളിയല്ല, ചെറിയ ഉള്ളിയാണ്. ഉപ്പുമാവ് ചെറിയ ഉള്ളിയിലാട്ടം ഉണ്ടാക്കുക. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്ന് ചെറിയ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും ഇട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒക്കെ നന്നായി വഴണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഇവിടെ വെന്ത ഉപ്പുമാവാണ് ഇഷ്ടം നന്നായി വെള്ളത്തിൽ നിന്ന് കിടന്ന്. അപ്പം അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് റവ ഞാൻ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്ന റവ ഞാൻ അതിലേക്കൊന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. അന്ന് നല്ല മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടോ. പിന്നെ ഉപ്പുമാവ് ചായ ആയതിൻ്റെ ശേഷം ഞാൻ ചായ കുടിക്കുകയാണ്. ഈ പഴം ഉണ്ടല്ലോ, ഇവിടെ വീട്ടിലുണ്ടായ പഴാട്ടോ. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ചായ കൂടി നേരത്തെ കഴിയും കേട്ടോ. ഞാൻ ചായ അതിൻ്റെ കടിയായി കഴിഞ്ഞാൽ അപ്പോഴേ ചായ കുടിക്കും. പിന്നെ ചേട്ടന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടോ. അവർ പോയി. പിന്നെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാനൊക്കെ ഇരിക്കുന്നത്. ഇന്നുണ്ടല്ലോ കുഞ്ഞ് മത്തിയാട്ടോ കിട്ടിയത്. ഞാനുണ്ടല്ലോ ഈ മീൻ കൊണ്ടുവന്ന കവറ് അപ്പം തന്നെ അങ്ങോട്ട് കഴുകി അവിടെ അപ്പം തന്നെ തൂക്കിയിടും. കാരണം പിന്നെ അത് അങ്ങനെ അവിടെ വെച്ചാൽ കഴുകലുണ്ടാവില്ല. ഇതാ കുഞ്ഞ് മത്തിയാട്ടോ. അപ്പോൾ മോളിങ്ങനെ അവിടെ വന്ന് നിന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടോ, ഒന്ന് കഴുകിയെടുക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അത് ഞാൻ തക്കാളിയൊക്കെ മീൻ മുളക് ഇടുന്നതാട്ടോ. തേങ്ങ അരച്ച് കറി ഒന്നും വെക്കില്ല. ഇവിടെ കറി ഞാനും ചേട്ടനും മാത്രമേ കറി കൂട്ടുള്ളൂ. മക്കൾ 2 പേരും കറി കൂട്ടില്ല. അപ്പം ഞാൻ തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുളകും പൊടി, എരിവില്ലാത്ത മുളകും പൊടി ആട്ടോ ഇടുക. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റൗവിലേക്ക് വെച്ചു. ഞാൻ പുളി അവിടെ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ അതിലേക്ക് പിഴിഞ്ഞെടുക്കട്ടെ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെക്കില്ല കേട്ടോ. മീൻ കറി വെക്കുമ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമാകുമ്പോൾ ആ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിളപ്പിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. ഉണ്ടല്ലോ, കാരണം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ എനിക്ക് ഈ തക്കാളി അങ്ങോട്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാത്ത പോലെ കേട്ടോ. ഇങ്ങനെ പൊന്തി കിടക്കും തക്കാളി. അങ്ങനെ ഇവിടെ തക്കാളി ഇങ്ങനെ പൊന്തി കിടന്ന് കഴിഞ്ഞ് ഇങ്ങനെ കറീൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കളിക്കുന്നുണ്ടാൽ ഇവിടെ ഇഷ്ടമാവില്ല കേട്ടോ. ചേട്ടനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ തക്കാളി നല്ല ഉടയട്ടെ വിചാരിക്കും. അതിനാണ് ലേശം വെള്ളം വെക്കണം. അങ്ങനെ ഞാൻ മീനൊക്കെ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ ഇവിടെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ കറിയൊന്നും കൂട്ടാൻ അധികം ആരും ഇല്ല. അതിനെക്കൊണ്ട് കുറച്ച് മീനൊന്നും മക്കൾ കൂട്ടൂല. അങ്ങനെ ഞാനിതാ കറി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു പാന് വെച്ചു. ഉപ്പേരി ആട്ടോ ഉണ്ടാക്കണേ. എനിക്ക് ഉപ്പേരിക്ക് ബീൻസാട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ഇട്ടു. ഞാൻ ഉപ്പേരിയിൽ ആദ്യം തന്നെ അരിഞ്ഞ് അതിൽ കുറച്ച് തേങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. ഉപ്പേരി അരിഞ്ഞ് വെച്ചപ്പോൾ തന്നെ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതൊന്നിച്ച് പാനിലേക്ക് ഇട്ട് ഞാൻ വേവിച്ചെടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് പിന്നെ അതിങ്ങനെ കുറേ വെള്ളം ഒഴിക്കുക. പിന്നെ അത് നമ്മൾ വെന്തഴിഞ്ഞ് അങ്ങനെ വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൻ്റെ തിരി ഒന്ന് താത്തി വെക്കട്ടെ. അങ്ങനെ പിന്നെ ഞാനത് അടച്ച് വെച്ചിരുന്നു. പിന്നെ ഞാനതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ കുറച്ച് മീൻ അവിടെ വറക്കാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പേരി ആയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ആ പാനിൽ തന്നെ അങ്ങോട്ട് മീനും ഞാൻ വറക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പേരി ആ പാനിൽ, പിന്നെ ഇങ്ങനെ വേറെ ഇങ്ങനെ കഴുകി എടുക്കേണ്ടി വരില്ല മീനായാൽ. അപ്പം ഉപ്പേരി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കഴുകണ്ടല്ലോ. അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഉപ്പേരി ആയതിന് ശേഷം അത് മാറ്റി കൊടുത്തിട്ട് അതേ പാൻ തന്നെ കേട്ടോ ഞാൻ വെക്കുന്നത്. ആ പാന് ഞാൻ വെച്ച് ഞാനത് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. കുഞ്ഞിയ മത്തിയല്ലേ. അപ്പം ഞാനതൊന്ന് വറുത്തെടുക്കട്ടെ. ഞാനിത് പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ വറുക്കാനൊക്കെ ഞാനതെടുക്കും. അതിന് ഞാനിതാ മീനൊന്ന് വറുത്തെടുക്കട്ടെ. കുഞ്ഞ് മത്തി മുളക് ഇട്ടാല് രസമായിട്ട്. പിന്നെ പൊതുവേ ഇവിടെ തേങ്ങ അരച്ച് അതിന് ഒരുപാട് ആളൊന്നും ഇല്ലാത്ത വീടല്ലേ. അപ്പം അതിനെക്കൊണ്ട് പിന്നെ മക്കൾക്കൊക്കെ വേണ്ടേന്ന്. അപ്പം അതിനെക്കൊണ്ട് ഞങ്ങൾ കുറച്ച് കറി തന്നെ, മീനൊക്കെ കുറച്ചേ മേടിക്കാറുള്ളൂ കേട്ടോ. ഒരുപാട് മീൻ മേടിച്ചിട്ട് അതൊന്നും അങ്ങനെ കൂട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിത് മീനൊന്നൊരു ഭാഗമായപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉണ്ടല്ലോ, രാവിലെ തന്നെ എൻ്റെ പണിയൊക്കെ ഞാൻ രാവിലെ തന്നെ നേരത്തെ കഴിക്കും കേട്ടോ. എനിക്കിങ്ങനെ അടുക്കളയിൽ ഒരുപാട് പണി ഉണ്ടാവില്ല. മക്കളൊക്കെ